ഇഷ്ടദേവതാ വന്ദനവും മംഗളാചരണവുമെല്ലാം പൂർത്തിയാക്കി രാമായണ ആഖ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ ഏറ്റവും സംഗ്രഹിച്ച് രാമചരിതത്തെ പറഞ്ഞുകൊണ്ട് ശ്രീരാമനെ വന്ദിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ബ്രഹ്മാദി ദേവന്മാർ പ്രാർത്ഥിച്ച് യോഗ നിദ്രയിൽ കിടക്കുന്ന മഹാവിഷ്ണുവെ ഉണർത്തി. ആ മഹാവിഷ്ണുവാകട്ടെ ദശരഥപുത്രനായി സൂര്യവംശത്തിൽ ജനിച്ച് രാവണാദി രാക്ഷസന്മാരെ ഹിംസിച്ച് അനന്തരം അവതാര കർത്തവ്യങ്ങളെല്ലാം പൂർത്തിയാക്കി ആദ്യമാം ബ്രഹ്മതത്വത്തിലേക്ക് തിരികെ പോയ ആ സീതാപതിയുടെ ശ്രീപാദത്തെ നമിക്കുന്നു എന്നാണ്. അവിടെ വാസ്തവത്തിൽ സർവ വ്യവഹാരങ്ങൾക്കും അപ്പുറത്തുള്ള യോഗനിദ്രാവലംബിയായ കേവലം യോഗശയ്യയിൽ വിലയിച്ചിരിക്കുന്ന ഭഗവാനെയാണ് സ്തുതിച്ചുണർത്തിയത്. താൽപ്പര്യം സമാഹൃതമായിരിക്കുന്ന ഭാവത്തിൽ നിന്ന് ചൈതന്യത്തിൻ്റെ സ്ഫുരണം സംഭവിക്കുന്നു. ഈ ചൈതന്യ സ്ഫുരണമാണ് വാസ്തവത്തിൽ തന്ത്രവിഷയം. സൂക്ഷ്മമായതിൽ നിന്ന് സ്ഥൂലതയിലേക്കുള്ള ആവിഷ്കാരം. അങ്ങനെ ശ്രീരാമനായ ആവിഷ്കൃതമായി എന്തിന്? ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി, പ്രപഞ്ച വ്യവസ്ഥയെ വീണ്ടും സന്തുലിതമാക്കുന്നതിന് വേണ്ടി. അങ്ങനെ ധർമ്മ സംസ്ഥാപന ക്രിയകൾ ചെയ്ത് വീണ്ടും ആദ്യമാം ബ്രഹ്മതത്വം പ്രാപിച്ച തൻ്റെ സ്വതവേയുള്ള ബ്രഹ്മതത്വത്തെ തന്നെ പ്രാപിച്ച. ഇവിടെ ചോദ്യം വരാം, ധർമ്മ സംസ്ഥാപനാർത്ഥം പല രൂപഭാവങ്ങളെ സ്വീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ ബ്രഹ്മതത്വത്തിന് മാറ്റം വരുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഏത് രീതിയിൽ ലോകത്തിൽ ധർമ്മ സംസ്ഥാപന പ്രവൃത്തി ചെയ്യുമ്പോഴും തൻ്റെ സ്വരൂപത്തിന് യാതൊരു മാറ്റവുമില്ല. എന്നാൽ അവിടെ മറ്റ് പല ബാഹ്യഭാവങ്ങളും ചേർക്കപ്പെടുന്നുണ്ട്. അവിടെ രാമനെന്നും കൃഷ്ണനെന്നും നീയെന്നും ഞാനെന്നും അവനെന്നും അവളെന്നും ഉള്ള വൈയക്തിക ഭാവങ്ങൾ ചേർക്കപ്പെടുന്നുണ്ട്. ഏതൊരു സത്യത്തിലാണോ ചേർക്കപ്പെടുന്നത് ആ സത്യത്തിന് യാതൊരു മാറ്റവും. അവിടെ കൂടുതലോ കുറവോ ഇല്ല. ഏതാകൃതി വിശേഷങ്ങളിൽ കാണപ്പെട്ടാലും പല മൺപാത്രങ്ങളായി രൂപപ്പെടുമ്പോഴും മണ്ണ് തന്നെ. ഏതാഭരണ വിശേഷങ്ങളായി കാണപ്പെടുമ്പോഴും വസ്തു സ്വർണം തന്നെ. ബ്രഹ്മതത്വത്തിന് മാറ്റമില്ല, അത് ഉണ്മയാണ്. എന്നാൽ മധ്യത്തിൽ കൽപ്പിക്കപ്പെട്ട നാമരൂപഭാവങ്ങളെല്ലാം ശാന്തമായി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അല്ലാതെ മധ്യത്തിൽ അബ്രഹ്മമായി വീണ്ടും ബ്രഹ്മതത്വത്തെ പ്രാപിച്ചു എന്നർത്ഥം മനസ്സിലാക്കരുത്. അപ്പോൾ ആരോപിക്കപ്പെട്ട നാമരൂപഭാവങ്ങളും അതുമായി ബന്ധപ്പെട്ട ക്രിയകളുമെല്ലാം പിൻവലിച്ച് തൻ്റെ പാരമാർത്ഥികമായ ഭാവത്തിലേക്ക് തിരികെ പോയ, ഇത് വളരെ ശാസ്ത്രപഠനത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരാശയമാണ്. സദൈവ സൗമ്യേതമഗ്ര ആസീത് എന്ന് ഉപനിഷത്ത് ഉപദേശിക്കും. ഹേ സൗമ്യ, അഗ്രേ ഈ സൃഷ്ടിജാലങ്ങളുടെയൊക്കെ പ്രകടനത്തിന് മുമ്പ്, സൃഷ്ടിക്ക് മുമ്പ് സത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ ശിഷ്യന് ചോദ്യം വരുന്നുണ്ട്, ഈ സൃഷ്ടിജാലങ്ങളൊക്കെ ഉള്ള സമയത്ത് സത്തല്ലാതെ മറ്റോ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, അപ്പോഴും സത്ത് തന്നെയാണ്. ശ്രേഷ്ഠ ഭാരതം. പക്ഷേ ആ സത്തിൻ്റെ തന്നെ വിവിധ ഭാവങ്ങൾ അവിടെ അധ്യാരോപിക്കപ്പെട്ടിരിക്കുകയാണ്. അതെല്ലാം ഉപസംഹരിക്കപ്പെട്ട് തൻ്റെ പാരമാർത്ഥിക സ്വരൂപത്തിലേക്ക്. എന്താണ് ആ പാരമാർത്ഥിക സ്വരൂപം? വേദാന്തവാക്യവേദ്യമാണ്. വേദാന്തവാക്യങ്ങളെ കൊണ്ട് അറിയപ്പെടേണ്ടതാണ്. വേദാന്തം വേദത്തിൻ്റെ അന്തം, വേദത്തിൻ്റെ താൽപ്പര്യ നിർണയം, ഉപനിഷത്തെന്നർത്ഥം. വേദാന്തവാക്യം, ഉപനിഷത് വാക്യം, തത്വമസി തുടങ്ങിയ മഹാവാക്യങ്ങൾ, അഹം ബ്രഹ്മാസ്മി, പ്രജ്ഞാനം ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ തുടങ്ങിയ മഹാവാക്യങ്ങൾ, ആ മഹാവാക്യങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്ന അവാന്തരവാക്യങ്ങൾ, അങ്ങനെയുള്ള വേദാന്തവാക്യങ്ങളിലൂടെ അറിയപ്പെടേണ്ടുന്നവൻ
വേദൈശ്ച സർവൈഹി അഹമേവ വേദ്യ, സകല വേദവാക്യങ്ങളിലൂടെയും അറിയപ്പെടേണ്ടത് ഞാൻ തന്നെ എന്ന് ഭഗവത് വാണിയുണ്ട്. അപ്പോൾ സകല വേദാന്തവാക്യങ്ങളെയും വിചാരം ചെയ്ത് ആരെ സാക്ഷാത്കരിക്കുന്നുവോ ആ പരമമായ ബ്രഹ്മതത്വം തന്നെയാണ് സീതാപതിയായി വന്നിട്ടുള്ളത്. സീതയുടെ പതി രാമൻ. അപ്പോൾ ശ്രീരാമനിലൂടെ ആ പരമാത്മതത്വത്തെ ദർശിക്കേണ്ടതാകുന്നു. അങ്ങനെയുള്ള സീതാപതിയെ, സീതാപതി എന്നുള്ളത് വ്യക്തമായി പ്രകൃതിയെ, മായയെ സ്വീകരിച്ചിരിക്കുന്ന ഭാവത്തെ കാണിക്കാനാണ് സീതാപതി എന്നുള്ള ശബ്ദം പ്രയോഗിച്ചിട്ടുള്ളത്. അവിടുത്തെ സ്വതഭാവത്തിൽ മായ, മായാവി എന്നിവയെ വേർപെടുത്തി പറയേണ്ട ആവശ്യമില്ല. പ്രകൃതിയെന്നും പുരുഷനെന്നും ഈശ്വരനെന്നും ശക്തിയെന്നും അല്ലെങ്കിൽ ശിവനെന്നും ശക്തിയെന്നും പരമാത്മാവെന്നും മായയെന്നും വേർതിരിച്ച് പറയേണ്ട ആവശ്യമില്ല. ഏകമാണ്, അദ്വിതീയമാണ്. എന്നാൽ സൃഷ്ടി, സ്ഥിതി, സംഹാരം തുടങ്ങിയ വ്യവഹാരങ്ങളെ നമ്മൾ പരിഗണിക്കുമ്പോഴാണ് ശക്തി, ശക്തിമാൻ എന്ന് വേർതിരിച്ച് പറയേണ്ടി വരുന്നത്. ചൂട് അല്ലെങ്കിൽ ചൂട് കാരണമായിട്ടുള്ള പ്രവർത്തനം എന്നതിനെ പരിഗണിക്കുമ്പോഴാണ് നമ്മൾ അഗ്നിയുടെ ചൂടിനെ വേർതിരിച്ച് പറയേണ്ടത്. അല്ലെങ്കിൽ അഗ്നി പറഞ്ഞാൽ അഗ്നിയും ചൂടുമെല്ലാം അതിൽ അന്തർഭവിച്ചു. പൊള്ളുക എന്നുള്ള ക്രിയയെ പരിഗണിക്കുമ്പോഴാണ് അഗ്നിയുടെ ചൂടിനെ പറയേണ്ടതുള്ളൂ. ഇതുപോലെ സീതാപതി, ലക്ഷ്മീപതി, പാർവതീപതി തുടങ്ങി ശക്തിയുടെ പ്രകടനത്തെ ചെയ്തിരിക്കുന്ന ഭാവം അത് വ്യവഹാരത്തെ സൂചിപ്പിക്കുന്നതാണ്. അങ്ങനെ വ്യാവഹാരികമായി സീതാപതിയായിട്ട് വന്ന ഈ പരമാത്മതത്വത്തെ ഞാനിതാ വന്ദിക്കുന്നു എന്ന് പറയുകയാണ്. ഇനി മറ്റൊന്ന്, സീതാപതി ശ്രീപാദം. സീതാപതിയായിരിക്കുന്ന ഭാവത്തിൽ അത് ശ്രീപാദമാണ്, ഐശ്വര്യയുക്തമായ പാദമാണ്. ആ പാദത്തെ സേവിക്കുമ്പോൾ, ആ പാദത്തെ പൂജിക്കുമ്പോൾ അത് നമ്മളിൽ പരിശുദ്ധമായ ഭക്തിയെ വളർത്തി പരമമായ ശ്രീയിലേക്ക്, പരമമായ ബോധത്തിലേക്ക് നമ്മളെ നയിക്കും എന്നുള്ളതിലും ശങ്കയൊന്നുമില്ല. ഇങ്ങനെ ശ്രീരാമവന്ദനം ചെയ്ത് രാമായണ വിഷയത്തെ ഏറ്റവും സംഗ്രഹിച്ച് കൂടുതലായിട്ട് ആഖ്യാനത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ അധ്യാത്മരാമായണം മൂലത്തിൽ പാർവതി പരമേശ്വരനെ സമീപിച്ച് രാമതത്വം ചോദിക്കുന്നതും മറുപടി പറയുന്നതുമാണ് അതിൻ്റെ പ്രതിപാദന രീതി. കിളിപ്പാട്ടിലാകട്ടെ 2 ഘട്ടങ്ങളാണ്. ഒന്നാം ഘട്ടം കവി തൻ്റെ തത്തയെ ക്ഷണിച്ചു വരുത്തി ആ തത്ത മംഗളാചരണം ചെയ്ത് രാമചരിതം പറയാൻ ആരംഭിക്കുന്നു. ആ പറയുന്നതിൻ്റെ ഉള്ളടക്കിക്കൊണ്ടാണ് പാർവതിയും പരമേശ്വരനും തമ്മിലുള്ള സംവാദം അവതരിപ്പിക്കുന്നത്. അപ്പോൾ അധ്യാത്മരാമായണ മൂലത്തിൽ നിന്ന് ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, അവിടെ പറയപ്പെടുന്ന പാർവതി പരമേശ്വര സംവാദത്തിന് മുമ്പായിട്ട് ഇവിടെ കവിയും പൈങ്കിളിയും തമ്മിലുള്ള ഭാഷണവും പൈങ്കിളിയുടെ മംഗളാചരണവുമൊക്കെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ അധിക വിശേഷമുള്ളത്. ഇനി നമ്മൾ രാമായണ മൂലത്തിൽ പറഞ്ഞ പ്രകാരമുള്ള ആരംഭത്തിലേക്കാണ് പ്രവേശിക്കുന്നത്.